ഡി എടി പറയടി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് പറ. എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പെരുമഴ വരാൻ പോവാ. ഭയങ്കര മഴ വരാൻ പോവാട്ടോ. വലിയ മഴ വരാൻ പോവാണേ. ആകാശമെല്ലാം 6 മണി പോലെ മൂടി കെട്ടി ഇപ്പം മഴ പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. പുസ്തകം ടീച്ചർ തന്നു വിട്ടതാണോ? അതിനതാ പുസ്തകം. ഈ ക്യാമറ കാണുമെന്നാണ്. അതെ, അങ്ങനെ അത് ആൻറ്റി ഉണ്ടാക്കി തന്നതാ. സ്റ്റിക്കർ അല്ല, സ്റ്റിക്കറല്ല, ലേബല്. ഡേ ഡേ ആരെ പൊതിഞ്ഞു തന്നേ ബുക്ക്? അവരെ പൊന്ന്. ഇവളേ ഇവൾക്ക് ഇങ്ങനെ റെസ്പോണ്ട് സ്കിൽ ഇച്ചിരി കുറവായിരുന്നേ. അതായത് താമസിച്ചായിരുന്നു വർത്തമാനം പറഞ്ഞത് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു 3-3.5 വയസ്സ് വരെ ഇവർ ഒന്നും പറയത്തൊന്നുമില്ലായിരുന്നു. അച്ഛ അമ്മ എന്നല്ലാതെ വേറെ ഒന്നും സംസാരിക്കത്തൊന്നുമില്ലായിരുന്നേ. അപ്പോൾ നേർച്ചയൊക്കെ നേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താണ് ഇവൾ പിന്നെ സംസാരിച്ചൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവളോട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസായിട്ട് ഞാൻ ഇവളോട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കും കേട്ടോ, ഓരോന്നൊക്കെ എന്നാന്നു അറിയാമെങ്കിൽ കൂടി. നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ ഇവളെ കൊണ്ട് പരമാവധി ആൻസർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുവേ. അപ്പോൾ അവൾ ആൻസർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നോട് പലരും ഇതെന്നാ കൊച്ചു മിണ്ടാത്ത എന്നാ ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്കാൻ മേലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പെറ്റമ്മ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കര വിഷമം സങ്കടമൊക്കെ തോന്നുമല്ലോ. കാരണം ഒരു കൊച്ചുണ്ടാകുമ്പോൾ നമ്മൾ ആ കൊച്ചുങ്ങളിൽ ഒത്തിരി പ്രതീക്ഷയില്ല നമ്മൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനൊരു കുഴപ്പം കൂടാതെ, ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞായിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാര ശേഷിയില്ലാത്ത കുഞ്ഞാണോ അങ്ങനെയൊക്കെ. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു, അച്ഛ അമ്മ എന്നെങ്കിലും കൊച്ചു പറയുന്നുണ്ടല്ലോ, ഒന്നും മിണ്ടില്ലാത്ത പിള്ളേരെ ഒന്നും മിണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവളെ അംഗനവാടിയിലൊക്കെ വിടുന്നത്. അംഗനവാടി വിട്ട് കഴിഞ്ഞപ്പം പിന്നെ ഇവളെ സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കൂട്ടുകാരൊക്കെ ആയിട്ട്. ഒന്നാമത്തെ കാര്യം ഇവൾ ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഇല്ലല്ലോ. അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ സംസാരമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ സംസാരം നിർത്താൻ നേരമില്ല. കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇവൾക്ക് വേണ്ടിയിട്ട്. ഇവളൊന്ന് സംസാരിച്ചൊന്ന് മിണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാക്ക പൂച്ച എന്ന് പറയുമ്പോൾ തന്നെ, കാക്ക പൂച്ച എന്ന് 1.5 വയസ്സായ പിള്ളേർ പറയുമ്പോൾ പോലും ഇവള് കാക്ക പൂച്ച എന്നൊന്നും പറയുന്നില്ലായിരുന്നു കേട്ടോ. കാക്ക പൂച്ച എന്ന് പോയിട്ട് അമ്മ അച്ഛന്ന് മാത്രം പറയുമായിരുന്നു കേട്ടോ. അമ്മയെന്ന് ആദ്യം തൊട്ടേ പറയാൻ തുടങ്ങിയതാ. പിന്നെ എല്ലാം ഇവളെ ഒരു 3 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് ഇവളെല്ലാം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കത്തുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവളിങ്ങനെ കൈ വെച്ച് ചൂണ്ടിക്കാണിക്കും. എന്നാൽ അത് വേണമെന്നോ അത് താന്നോ അങ്ങനെയൊന്നും പറയത്തില്ല. താന്നൊക്കെ പറയാൻ എളുപ്പമുള്ള വാക്കല്ലേ, അതുപോലും ഇവള് പറയത്തില്ലായിരുന്നേ. അപ്പം അങ്ങനെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ കളിക്കാനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അവൾ നന്നായിട്ട് വർത്താനം പറയും കേട്ടോ. ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. കുഴപ്പമില്ലാണ്ട് പോകട്ടെ. വരുന്നുണ്ട് എന്നെ പിന്നെ പുസ്തകം. അപ്പം പൊന്നു പഠിച്ചോ, പൊന്നു പഠിച്ചോ. എനിക്ക് എന്നെ കൊണ്ട് പറയാനൊന്നും പറ്റിയില്ലേ. കുഞ്ഞു പറ, ഉറക്കെ പറ. ഇങ്ങനെയാണോ ടീച്ചർ പഠിപ്പിക്കുന്നേ? ഇങ്ങനെയാണോ ടീച്ചർ പഠിപ്പിക്കുന്നത്? ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ. ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്നത്? കുഞ്ഞു പഠിപ്പിക്കാം. അമ്മയാണേ കൊച്ചേ. കുഞ്ഞു പഠിപ്പിക്കും. അമ്മേനെ പഠിപ്പിക്കാവോ? അമ്മേനെ പഠിപ്പിച്ചു തരാവോ? ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുക്കാൻ. അയ്യോ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒത്തിരി സങ്കടം വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ വയ്യാതിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവൾക്ക് ഒത്തിരി വർക്കാണ് കേട്ടോ തന്നുവിടുന്നത്, ഹോംവർക്ക്. അപ്പോഴത്തേന് ഞാനിവളെ ഇങ്ങനെ എനിക്കങ്ങനെ വഴക്ക് പറഞ്ഞ് ഞാനങ്ങനെ ഇവളെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തല്ല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ രാത്രിയിൽ അതെല്ലാം അമ്മമാർക്ക് അങ്ങനെയാണ്. പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഉറങ്ങിക്കിടക്കുന്ന കാണുമ്പോഴത്തേനും അയ്യോ, പിന്നെ വരുന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെവലാണ്. കാരണം
അയ്യോ എൻ്റെ പൊന്നെ, എന്നെ സങ്കടം വരുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നോ. അവളെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഒരുപാട് സങ്കടം വരും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞുള്ളി. അപ്പോൾ എനിക്ക് കറക്റ്റ് പീരീഡ്സിൻ്റെ ആ ഒരു മൂസിങ്സും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ഇവളെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ഞുള്ളി ഇവിടെ എഴുതാത്തോണ്ട്. അയ്യോ, പിന്നെ കരച്ചിലായി, വെകളമായി. പിന്നെ രാത്രി കിടന്നപ്പോൾ ഞാൻ എൻ്റെ കൈ തന്നെ ഭിത്തിക്കിട്ട് ഇടിപ്പിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ചേച്ചി മെസ്സേജ് ഇട്ടേക്കുന്നു, നീ കൊച്ചിനെ ഒന്നും ചെയ്യരുത് കേട്ടോടി, നിനക്ക് എന്നെ വട്ടാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ വട്ടിൻ്റെ അല്ല, നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ ആ ഒരു ഇതിലങ്ങ് ചെയ്തു പോകുന്നത്. പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും അത് ചെയ്യുന്നത്. എന്നെപ്പോലുള്ള അമ്മമാർക്ക് അറിയാമായിരിക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേരെ നമ്മൾ എൻ്റെ പൊന്ന് പഠിച്ചോ, അറിഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേരെ ഉപദ്രവിക്കത്തില്ലല്ലോ. അപ്പോൾ ഭയങ്കര വർത്തമാനമായിട്ട് എൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ദോശ കഴിക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ദോശയും നമ്മുടെ ചമ്മന്തിയാണ്. ഇത് അവളുടെ പാത്രമാണ് കേട്ടോ, കൊച്ചിൻ്റെ പ്ലേറ്റാണ്. പിന്നെ ഞാൻ ടി വി വെക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം അങ്ങ് ഓണോയിസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ദോശയും നമ്മുടെ ചമ്മന്തി കൂടെ കഴിക്കാൻ പോവുകയാണേ. ദോശയും ചമ്മന്തിയാണ് ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ. ഇത് ദോശയുടെ മാവ് ഇന്നലെ ഞാൻ അരച്ച് വെച്ചതിൻ്റെ ബാക്കിയായിരുന്നു. പിന്നെ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി. ചായ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ചായ അമ്മ രാവിലെ ഇട്ട് വെച്ചിട്ട് പോകുന്നതാണ്. അമ്മ രാവിലെ പണിക്ക് പോവും, അപ്പോഴത്തേനും ഇട്ട് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഇത് ഈ പാത്രം വെച്ചിട്ട് കഴുകാനുണ്ട്. രാവിലെ ഉണ്ടാക്കിയ പാത്രം വയ്ക്കുക. അപ്പോൾ ഇത് ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന എൻ്റെ ഗ്ലാസ് എടുക്കട്ടെ, ചായ കുടിക്കട്ടെ. എപ്പോഴും മധുരം കുറച്ചാണ് ചായ ഇടത്തുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും രണ്ടാമത് എടുക്കുമ്പോഴത്തേനും ഇച്ചിരി മധുരം കൂട്ടിയിട്ടിട്ടാട്ടോ ചായ എടുക്കുന്നത്. ഇപ്പം പഞ്ചസാര. അപ്പം ഞാൻ ചായ എടുക്കട്ടെ. അപ്പോൾ ഗായ്സ്, വെട്ടമില്ലല്ലോ അടുക്കളയിൽ. ഞാൻ ചായ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂട്ടിയാന്ന് തോന്നുന്നു അമ്മ ചായ ഇട്ട് വെച്ചിട്ട് പോയത് കേട്ടോ. ഇതിപ്പോൾ ഞാനായിരുന്നെങ്കിൽ പല കുട്ടികളും പറഞ്ഞായിരുന്നേ. പക്ഷെ നമ്മൾ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴത്തേക്കും അത് അല്ലാതായി മാറുമല്ലോ. കാരണം പകുതിയുടെ ആവശ്യമുള്ളൂ. ഞങ്ങൾ 3 പേര്, ചേട്ടാ എങ്ങനെ അര ഗ്ലാസ്സാണ് കേട്ടോ ചായ കുടിക്കത്തുള്ളൂ. അപ്പോൾ അമ്മയാണേലും അത് ഒരു ഗ്ലാസ് മൊത്തത്തിൽ കുടിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ പോരെ. ഇനിയിരിക്കും ഒരു ഗ്ലാസ് കൂടെ ചായ. ഇനിയിപ്പോൾ ഞാനത് വൈകുന്നേരം ചൂടാക്കി കുടിക്കും, അതേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിങ്ങനെ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ചായ പോലെ. വലിയ കുഴപ്പമില്ല, വെള്ളം കൂടിപ്പോയതിൻ്റെ ഒരു എന്നായാലും കുടിക്കട്ടെ. ഇതിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതും കൂടെ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ദിവസമേ പോക്കാം. ഒന്നാമത് ശരീരത്തിന് ക്ഷീണമാണ്, നന്നായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൂടെ നമ്മൾ ആഹാരം കൂടെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. വേണോ? അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇതെങ്ങനെയാണെന്ന് ഇപ്പം ദേവുട്ടി കാണിച്ചു തരുന്നതായിരിക്കും. ദേവുട്ടി കാണിച്ചു തരുന്നത് ഇതെന്നെ നീ കീറിയ കൂടിയൊക്കെ വാരി തൂത്തേക്കുന്നത്. എങ്ങനെയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആപ്പിൾ, ബോൾ, ബോയ്, ക്യാറ്റ്, ഡോൾ, ഡോഗ്. അത്രേ ഉള്ളോ? പെണ്ണിനെ ഞാൻ ഒരുക്കി ഇരുത്തിയിട്ട് അവളത് ഉടുപ്പൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഇന്നും ഒരു പച്ചയുടുപ്പാണ് കേട്ടോ. അവൾക്ക് പച്ചയുടുപ്പ് ഭയങ്കര ക്രേസാണ്. പച്ചയുടുപ്പ് ഇട്ടാൽ മതി. ഇപ്പോൾ 2 പച്ചയുടുപ്പുണ്ട് ഇവൾക്ക്. ഒന്നൊരു ലൈറ്റ് ഗ്രീനും ഒന്നൊരു ഡാർക്ക് ഗ്രീനാട്ടോ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇന്നലെ ഇട്ടേക്കുന്നത് ലൈറ്റ് ഗ്രീനായിരുന്നു. അത് ഞാൻ എടുത്ത് പൊക്കത്തെടുത്ത് വെച്ചേക്കും. അതിന്ന് രാവിലെ കണ്ടുപിടിച്ചു, അത് വേണമെന്ന് പറയും. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പച്ചയുടെ ആളാ അല്ലേടി? ചിരി വന്നു, പച്ചയുടെ ആളാന്ന് തോന്നുന്നു. ഗായ്സ്, കൊച്ചു കയറിപ്പോയി കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ വീട് ഉറങ്ങിയ പോലെയാണ്. പക്ഷെ വിടാണ്ടിരിക്കാനും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കയറി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ, എല്ലാ ദിവസവും കയറിപ്പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്കറിയത്തില്ലല്ലോ പിന്നെ മുന്നോട്ട് ഇനി എങ്ങനെയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നമ്മുടെ അമ്മമാർ.
നമ്മളെ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. ഇന്നിപ്പം ഒത്തിരി നേരം അവൾ ഒരുങ്ങിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് അവളുടെ മടിയിലൊക്കെ എന്നെ കിടത്തിയിട്ടോ, അമ്മ മടിയിൽ കിടന്നെന്നൊക്കെ പറഞ്ഞു. സെൻറ്റിമെൻറ്റ്സ് കരച്ചിൽ. കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ. വിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം വരുന്നതോടെ വരെ ഒരു കാത്തിരിപ്പാണേ. ഭയങ്കര സങ്കടമാണ് എനിക്ക് എപ്പോഴും. അതെ, എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ അമ്മമാർക്കും ഇങ്ങനെ ആയിരിക്കും. പിള്ളേർ പോയി കഴിഞ്ഞിട്ട് വരുന്നോടം വരെ നെഞ്ചിനകത്തൊരു നീറ്റല. അവളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരന്നേ, അവളിങ്ങനെ നിരത്തിയിടുമ്പോൾ ഞാൻ അവളെ ഒത്തിരി വഴക്ക് പറയും, എടുത്ത് വെക്കും, പെറുക്കി വെച്ചേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് പറയുകയെ. പക്ഷെ അവൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഒതുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ സങ്കടവും വരും. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷനാവും. അയ്യോ, എനിക്കറിയില്ല. നമ്മുടെ പൊന്നാപ്പി എല്ലാം നിരത്തിയിട്ടിട്ട് പോയേക്കും. പാവം. എല്ലാം പെറുക്കി വെച്ചൊന്ന് ഒതുക്കി ഒന്ന് അടിച്ചു തൂത്ത് വാരട്ടെ കേട്ടോ. ഇന്ന് തൊട്ടെങ്കിലും എനിക്കൊന്ന് പഠിക്കാനിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ നടക്കുമോയെന്ന് അറിയത്തില്ല. സാഹചര്യം, നടുവേദന, ചുമ, ജലദോഷം ഇതെല്ലാം എന്നെ മാറി മാറി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്കറിയത്തില്ല അതുകൊണ്ട്. അപ്പോൾ ഇത് ഗൈസ്, ഞാനിന്ന് ട്രൈപോഡൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരു കുറച്ച് പാത്രം തേക്കാനുണ്ട്. ഞാനൊന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. കഴുകി വെച്ചിട്ട് വരാവേ. അപ്പോൾ കഴുകി വെക്കുന്നത് കാണിക്കണം, അവിടെ കൊണ്ട് വെക്കാം ഫോൺ. കാരണം ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല. ട്രൈപോഡ് എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. അതിനകത്ത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ പാത്രം കഴുകട്ടെ കേട്ടോ. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അടുക്കളയിൽ ഈ വെട്ടം നല്ല വെട്ടമല്ലേ. പാത്രം കഴുകട്ടെ. ഇനിയിപ്പം രാവിലത്തെ ആ മഴ കഴിഞ്ഞിട്ട് പിന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഞാൻ ഓർക്കുന്നു പെയ്യ മഴയായിരിക്കും എന്ന് ഓർത്തു. മഴയൊന്നും പെയ്തില്ല. എന്നിട്ട് അകത്ത് വെള്ളവും പൈപ്പും ഒക്കെ അകത്തുള്ളത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എൻ്റെ വീട്ടിനകത്ത് പൈപ്പൊന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ പുറത്താണ് പൈപ്പ്. പുറത്തുനിന്ന് വെള്ളം പിടിച്ചിട്ട് വേണം നമുക്ക് പാത്രം തേക്കാൻ. ഇവിടെ അകത്ത് പൈപ്പുള്ളതുകൊണ്ട് പിന്നെ നമുക്ക്, ഞാൻ ഇങ്ങനെ കൂട്ടിയിടുന്നതല്ല കേട്ടോ. പിന്നെ ചെയ്ത് പോകുമ്പോൾ, പണി ചെയ്ത് പോകുമ്പോൾ എളുപ്പത്തിന് പെട്ടെന്ന് അങ്ങ് ഇട്ട് വെക്കും. എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് കഴുകാമല്ലോ എന്ന് ഓർത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടൊന്നും വെക്കത്തില്ല കേട്ടോ. അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കും എന്നുള്ളത്. കാരണം അധികം പാത്രമൊന്നും വരുന്നില്ലല്ലോ, കുറച്ച് പാത്രം വരുന്നുള്ളൂ. എന്നാണ് എനിക്ക് വിശപ്പുമില്ല കേട്ടോ. അങ്ങനെ അധികം കഴിക്കുന്നൊന്നുമില്ല. ആഹാരം പനീരൊക്കെ ആയിരിക്കും വേണമെങ്കിൽ, അറിയത്തില്ല. എന്താണേലും ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് എന്തെങ്കിലും ഒന്ന് നോക്കണം. ഇങ്ങോട്ട് നോക്കണമെന്ന് വിചാരിച്ചു. നടക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ വയ്യായ്മകളും കാരണങ്ങളും ക്ഷീണവും കാരണം ഞാൻ ചിലപ്പോൾ ഒന്നും ചെയ്യാറില്ല. അപ്പം ഞാനിതൊക്കെ ഒന്ന് കൊണ്ട് വെക്കട്ടെ. ഇച്ചിരി തുണി ഇളക്കിയേ. അപ്പോൾ അത് കൈക്കൽ തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വിരിച്ചിടട്ടെ. കംഫർട്ട് മുക്കിയാണ്. കംഫർട്ട് മുക്കിയതായതുകൊണ്ട് അന്ന് വിരിച്ചിട്ടിട്ടല്ല, ലോങ് വീഡിയോ ആയിപ്പോവും. ഗായ്സ്, നമ്മൾ തുണിയൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഭയങ്കര മഴയായിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ അടിച്ചു തൂത്ത് വാരിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനെല്ലാം ക്ലീൻ ആക്കിയായിരുന്നു. ഈ കറി എന്തെങ്കിലും ഒന്ന് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ സാഹചര്യം എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ വൈകുന്നേരം എന്തെങ്കിലും വെക്കാമെന്ന് ഓർത്തു. അപ്പം
ഇന്നിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. നമ്മൾ പാവയ്ക്കായും മീനും കൂടി ഇന്നലെ കറി വെച്ചായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ട്. ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുളിച്ച് കഴിഞ്ഞിട്ടൊന്ന് വന്ന് കിടക്കണം. പറ്റിയല്ല, എപ്പോഴും പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഇത് മാറിയിട്ട് എന്നാണ് ഞാൻ പറ്റുമെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. അയ്യോ, അപ്പോൾ ഞാൻ കുളിക്കട്ടെ കേട്ടോ.